വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മൺഡേ, ഞാൻ ലീവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇളയ മോളുടെ ക്ലാസ് ഇന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൊച്ചിൻ്റെ ബാഗ് റെഡിയാണ്. ഇന്ന് അവർക്ക് ലഞ്ച് കൊണ്ടുപോകണ്ട, ജസ്റ്റ് 2-3 മണിക്കൂറത്ത് മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാഗും യൂണിഫോം ചെരുപ്പും എല്ലാം, മഴ ആയതുകൊണ്ട് സാൻഡൽസ് മാത്രം ഇട്ടാൻ പാടുള്ളൂ എന്നാണ് സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഇൻഫർമേഷൻ. അപ്പോൾ അതെല്ലാം സെറ്റാണ്. പക്ഷെ ഒരു സംഭവം, ഈവൻ അമ്മ വരെ സെറ്റാണ്. സെറ്റ് ഇൻ ദ സെൻസ് ഞാൻ കുളിച്ച് ഒക്കെ ഇരിക്കുകയാണ്, പോകാറാകുമ്പോഴത്തേക്ക് റെഡിയാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു സംഭവം ഉണ്ട്, കാണിച്ചു തരാം. കുട്ടി മാത്രം എഴുന്നേറ്റിട്ടില്ല, സ്കൂളിൽ പോകേണ്ട ആൾ മാത്രം എഴുന്നേറ്റിട്ടില്ല, ബാക്കി എല്ലാം റെഡിയാണ്. ഇനി ഇയാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എനിക്ക് റെഡിയാക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഹസ്ബൻഡ് വരും, ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോണത്. കാരണം പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ടാവും, സൂപ്പർ മഴ നടക്കുവാണ്. അപ്പോൾ എനിക്ക് ആളെ കുളിപ്പിക്കണം, റെഡിയാക്കണം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഫുള്ള് ഫസ്റ്റ് ഡേ ഓഫ് മൈ ലിറ്റിൽ ഗേൾ. ഓക്കെ, കണ്ട നല്ല രസമില്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാം. ഇത്ര നാളെൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര ബോറായിരുന്നല്ലേ. അതായത് ഭയങ്കര മങ്ങി ഡള്ളായിട്ട് ഞങ്ങൾ വീട് മൊത്തം അടിപൊളിയായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് അതിൻ്റെ ആ ഒരു പ്രകാശമാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇങ്ങനെ വീട് മൊത്തം ഓൾമോസ്റ്റ് എല്ലാം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി വർക്ക് ഏരിയയും കൂടി മാത്രമേ ഉള്ളൂ പെയിൻറ്റ് ചെയ്യാൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട് മൊത്തം ഒരു ടൂർ കാണിച്ചാൽ കേട്ടോ, ഹോം ടൂർ. നിങ്ങളാരും ചോദിച്ചിട്ടില്ല, പക്ഷെ ചോദിക്കാത്തോണ്ട് ഞാൻ നിങ്ങൾക്ക് ഹോം ടൂർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അവസ്ഥ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ സൈക്കിൾ ഓടിച്ചതാണ് അവസ്ഥ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഫുഡ് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. അല്ലാത്തപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോളൂ, ഒരു പ്രശ്നമില്ല. ഞാനുള്ളപ്പോഴാണ് ഇങ്ങനെ ഓരോ ഡ്രാമകളൊക്കെ തുടങ്ങുന്നത്. ഓക്കെ ഇപ്പം സമയം 9:40 11:30 എത്തിക്കേണ്ടത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നാളെ തൊട്ട് ഓട്ടോ വരും. എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി കുറച്ച് ക്ലീനിങ് പരിപാടിയുണ്ട്. വേറെ ഒന്നുമല്ല, ബെഡൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പോൾ അത് ശരിയാക്കിയിട്ട് എൻ്റെയും കൂടെ ഉടുപ്പ് അയൺ ചെയ്ത് വെച്ചിട്ട് വേണം ആളെ റെഡിയാക്കാനും ഞാനും റെഡിയാക്കാനും. എന്ത് പറയാനാ, നാളെ തുടങ്ങി ഞാൻ ഓഫീസിൽ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കുള്ള അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാം ഒറ്റ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഓഫീസിൽ നിന്ന് ലീവ് എടുത്തുകൊണ്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടാണ് എല്ലാം ചെയ്തിട്ട് പോകണം. എല്ലാം നേരത്തെ തന്നെ ചെയ്ത് തീർക്കണം. ഇന്ന് കുട്ടിയുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് അച്ചടക്കത്തോടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാം. ജീൻസൊന്നും വേണ്ടെന്ന് വിചാരിച്ചു, ഒരു സൽവാർ ഇടാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു കുർത്ത ഇടാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ എന്താ ഉള്ളതെന്ന്. ഫുള്ളി കുത്തി നിറച്ചിട്ടേക്കും കേട്ടോ. ഇങ്ങനെ അധികം വലിയ സ്റ്റോറേജ് ഈ ഒരു യെല്ലോ സൽവാറല്ല കുർത്ത ഇടാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ബോട്ടവും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനം ഈ ഉടുപ്പഴയത് ചെയ്യുന്നത്. ഭയങ്കര മടിയായിരിക്കും. ചില സമയത്ത് ഇവിടെ രാവിലെയൊക്കെ കറണ്ട് പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാം അയൺ ചെയ്ത് വെക്കലാണ്. പോണ സമയമാകുമ്പോൾ വെറുതെ പണി കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെയും കൊച്ചിൻ്റെയും ഡ്രസ്സൊക്കെ നേരത്തെ തന്നെ തേച്ച് വെക്കുവാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേണം എനിക്കും റെഡിയാവാൻ പോവാൻ. ഹസ്ബൻഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണേ. നല്ല സൂപ്പർ മഴ കേട്ടോ, ഒരു രക്ഷയില്ല. ശരിക്കും മറ്റേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ആ ഒരു ഇഫക്റ്റ് ഇപ്പം ആയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന ഫസ്റ്റ് ഡേ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ആ സെയിം ഇഫക്റ്റാണ് ഇന്നത്തെ ഒരു ദിവസത്തെ മഴ. അപ്പോൾ ഞങ്ങൾ റെഡിയായി.
ആള് റെഡി ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കണേണ്. ഇത് എത്ര ദിവസം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഭയങ്കര ചിരിയിലൊക്കെയാണ്. ഇത് ഒന്നൊരു ദിവസം ഉണ്ടാവും. നാളെ തൊട്ട് ആളുടെ സ്വഭാവമൊക്കെ മാറും. പോകണ്ടെന്ന് പറയും, യൂണിഫോം ഇടണ്ടെന്ന് പറയും. ഇതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ റെഡി ആവാൻ പോണേണ്. അപ്പത്തേക്ക് ഹസ്ബൻഡ് എത്തും. ഓക്കെ, ഓട്ടോറിക്ഷയിലല്ല, നാളെ തൊട്ട് ഓട്ടോറിക്ഷ. ഇന്ന് അച്ഛൻ കൊണ്ടാക്കും, അച്ഛനമ്മയും. ഓക്കെ, ഞാനും റെഡിയായി. കുട്ടിയുടെ അച്ഛനും വന്നിട്ടുണ്ട്. ഇനി നല്ല മഴയാട്ടോ, നല്ല സൂപ്പർ മഴയാണ്. അപ്പോൾ ഇനി നേരെ സ്കൂളിലേക്ക് പോകുമ്പോൾ 11:30ക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്നൊരു ദിവസത്തേക്ക് മാത്രം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ സ്കൂളിൽ പോവുക, കുട്ടിയെ ഡ്രോപ്പ് ചെയ്യുക, 1 മണിയാകുമ്പോൾ പിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് രാവിലെ വരെയുള്ള ടാസ്ക്. അപ്പോൾ സ്കൂളിൻ്റെ അടുത്തെത്തി. ഞങ്ങൾ പോകുമ്പോഴത്തേക്കും ഓൾറെഡി കസ്റ്റമേഴ്സൊന്ന് പാരൻസ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഓഫീസിലെ കാര്യം ഓർത്തോർത്തോർത്ത് ഇപ്പോൾ കസ്റ്റമേഴ്സ് എന്നാണ് വായിലേക്ക് വരുന്നത്. പാരൻസ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു, സ്റ്റുഡൻസ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇവള് പോയത് ചേച്ചിയുടെ ബ്ലോക്കിലേക്കാട്ടോ. ചേച്ചിക്കാണെങ്കിൽ ഒരു ഫോട്ടോ കൊടുക്കാനുണ്ടായിരുന്നു, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവളുടെ ഡയറിയിൽ ഒട്ടിക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ട് നേരെ ഇവളെ ക്ലാസ്സിലേക്ക് ആക്കാൻ വേണ്ടി പോവാട്ടോ. ഭയങ്കര ഹാപ്പി ആൻഡ് കാവടി തുള്ളിപ്പോയ ആളുണ്ട് അവിടെ. ട്രാജഡി ആയിട്ടിരിക്കുന്നത് കണ്ടോ, കരയുന്നത് കണ്ടോ. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ആരും അവിടെ നിന്നില്ല. അപ്പം തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡോട് അവിടെ നിന്ന് സ്ഥലം വിട്ട് ഓടി. ഞങ്ങളെ കണ്ടിന്യൂ കൂടുതലും കരച്ചിൽ വഷളാക്കണ്ടല്ലോ എന്ന് വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഓടി. പിന്നെ ഇത് തിരിച്ച് 1 മണിയായപ്പോൾ എത്തി. 1 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ച് വന്നതിൻ്റെ സന്തോഷവും അച്ഛനായിട്ടുള്ള സ്നേഹപ്രകടനമാണ് കാണുന്നത്. അവൾക്ക് വിഷമം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് കൊടുത്ത ബുക്കുകളൊക്കെ, കൊടുത്തു വിട്ട ബുക്സും കാര്യങ്ങളൊക്കെ അവിടെ വാങ്ങിച്ച് വെച്ച് അതിൻ്റെ ഒരു സങ്കടത്തിലാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ വന്ന് പിക്ക് ചെയ്തതിൻ്റെ ഒരു ഹാപ്പിയിലാണ്. ഇനി നാളെ തൊട്ട് ഇയാൾ ഒറ്റക്കാണ് സ്കൂളിൽ പോകാൻ പോകുന്നത്, വാനിൽ കയറിയിട്ട്. അപ്പോൾ അതിന് ചെറിയൊരു ടെൻഷനുണ്ട്. കാരണം ഇന്ന് കരുതുകൊണ്ട് നാളെ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം 9 മണിയാകുമ്പോൾ ഞാൻ ഓഫീസിൽ പോകും. അവൾക്കാണെങ്കിൽ സ്കൂൾ വാൻ വരുന്നത് രാവിലെ 10:30ക്കാണ്. 11 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞു വീട്ടിൽ. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്ക് പിള്ളേർ സ്കൂളിൽ നിന്നൊക്കെ എല്ലാവരും വന്നപ്പോഴത്തേക്ക് ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് പഴംപൊരി ഉണ്ടാക്കുകയാണ്. അവിടെ കുറച്ച് പഴംപൊരിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ പിള്ളേർ ട്യൂഷനൊക്കെ പോകാൻ മുന്നേ തന്നെ എനിക്ക് പഴംപൊരി ഉണ്ടാക്കാം എന്നുള്ള ഇതിലായിരുന്നു. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുകയാണ്. ഞാനെപ്പോഴും പിള്ളേർക്ക് പഴംപൊരി ഇങ്ങനെ ചെറുതായിട്ടാട്ടോ അരിയുന്നത്. മറ്റേ വലിയ പഴംപൊരി ഞാൻ ഉണ്ടാക്കാറില്ല. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി മൊരിഞ്ഞൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചായയുടെ സ്പെഷ്യൽ പഴംപൊരിയാണ്. എനിക്കിഷ്ടം പിള്ളേർക്ക് സ്കൂളിൽ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ പഴംപൊരിയാണ് ഇന്ന് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇന്നലെ സൺഡേ ആയിട്ട് ചക്കയുടെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോഴത്തേക്കും പഴംപൊരി ഉണ്ടാക്കാമെന്ന് വെച്ചു. അത് സ്കൂളിൽ നിന്നൊക്കെ വീട്ടിലുള്ളപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ പഴംപൊരി, ചൂട് പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാവരും. ക്രിസ്പിയാണോ നോക്കട്ടെ. ഞാനിപ്പോൾ ചെറുതായിട്ട് ഉണ്ടാക്കണം. അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ല, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അങ്ങനെ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞു. കുറച്ച് പിള്ളേരൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് പണിക്കാരൊക്കെ കൊടുത്തു. ലാസ്റ്റ് ഇത്രയും ബാക്കിയുണ്ട്. എന്നാലും കഴിക്കാൻ ഇനി ആൾക്കാരുണ്ട്. അച്ഛനുണ്ട്, അനിയത്തി എല്ലാവരും ഇനിയുണ്ട് കഴിക്കാൻ. എനിക്ക് എന്താണെന്ന് അറിയാം, എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന പഴംപൊരി ഏറ്റവും ഇഷ്ടം. ഞാൻ പുറത്തുനിന്ന് പഴംപൊരി കഴിക്കാറേ ഇല്ല. വളരെ വളരെ അപൂർവം. എനിക്ക് കുറേ ആയി ഞാൻ പുറത്തുനിന്ന് കഴിക്കാറില്ല പഴംപൊരി. വീട്ടിലുണ്ടാക്കുന്ന വെച്ചാൽ ഇങ്ങനെ ഇത്ര തിന്നായിട്ട് ചെറിയ പഴംപൊരി ഉണ്ടാക്കും. അപ്പോൾ നല്ല അതിൻ്റെ മൊരിഞ്ഞൊക്കെ ഇരിക്കും. ഇങ്ങനെ കടിക്കുമ്പോൾ ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കാൻ പറ്റുമെന്ന് നോക്കുക. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കട്ടെ. പഴംപൊരിയും ചായയും കൂടി കൂട്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത പുതിയ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടാറ്റാ ബൈ. അപ്പോഴത്തേക്ക് ഞാൻ പഴംപൊരിയൊക്കെ സെറ്റാക്കട്ടെ, കഴിച്ച് തീർക്കാൻ നോക്കാം.